ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. ഇപ്പം നേരം വീഡിയോ ആയിട്ട് വന്നതാണ്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കാരണമാണ് ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ ഇടാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കോഴിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. നാടൻ കോഴിക്കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കുക്കറിലൊന്നുമല്ല, ഡയറക്റ്റ് അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു പാത്രം വെച്ചു, അതിലേക്ക് വേണ്ട കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉലുവയാണ് ചേർക്കുന്നുള്ളൂ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇനി നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഒരു 20 ചെറിയ ഉള്ളിയോളം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം, ഓപ്ഷണലാണ്. അത് നന്നാക്കി പറക്കിയെടുക്കാൻ കുറച്ച് പാടായതുകൊണ്ട് പൊതുവെ ആളുകൾ ഉപയോഗിക്കാറില്ല. അപ്പം നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മസാലകളെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ ഓൾറെഡി തക്കാളി അടിയിലിട്ടിട്ടുണ്ട്, അത് വഴന്നു വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. ഇവിടെ നല്ലതുപോലെ ഇറക്കി കൊടുക്കുക. ഓൾറെഡി മൺപാത്രത്തിൽ ഉപ്പ് കലക്കി വെച്ചിരിക്കുന്നതാണ്, കല്ലുപ്പാണ് കലക്കി വെച്ചിരിക്കുന്നത്. നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ മസാല ഇളക്കി കൊടുക്കണം. ആ ഉപ്പെല്ലാം നമുക്ക് അതിലേക്കൊന്ന് യോജിച്ച് കിട്ടണം കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ നമ്മുടെ കഴുകി ഉപ്പും മുളകും, ഉപ്പ് ഇട്ടിട്ടില്ല, മുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് സ്പൂണും തക്കാളി എടുത്ത് ആ ഒരു പാത്രമൊക്കെ കഴുകി ഊറ്റിയേക്കണ വെള്ളമാണിത്. അല്ലാണ്ട് നമ്മൾ വേറെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് കുക്കാക്കി എടുക്കണം. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നുകൂടെ തുറന്ന് നോക്കി അത് വീണ്ടും ഇളക്കി കുക്കാക്കി എടുക്കണം. അത് കാണിക്കാം. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവായിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലിരുന്ന് ഒന്നുകൂടെ ഇത് വെള്ളം പറ്റി കിട്ടണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറി ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ നാടൻ കറി കുക്കറിലല്ലാണ്ട് വയ്ക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന കേസുള്ളൂ കേട്ടോ. കുക്കറിലൊന്നും ഇട്ട് അടിക്കേണ്ട കേസില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കാറുണ്ടോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടി അറിയാമായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക, കുക്കറിലല്ലാണ്ട് എത്ര പേര് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം നമുക്ക് ഈ കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി ഓക്കെ ആയിട്ടുണ്ട്. പത്തിരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടുപോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.